ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 4ാമത്തെ യൂണിറ്റിലെ അതായത് 10ാമത്തെ പാഠഭാഗമായ കബ് തക്ക് എന്ന പാഠഭാഗത്തിന്റെ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഫുള്ളായിട്ടുള്ള ഒരു ആശയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആശയം 4 മാർക്കിനാണ് ഉണ്ടാവുന്നത്. ചുരുക്കി ഒരു ആശയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ ആശയം ചുരുക്കി പഠിക്കുക. കവിത ഫുള്ളായിട്ടുള്ള ആശയമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ മുമ്പ് നമ്മൾ വരികൾ വെച്ചിട്ടുള്ള ആശയമാണ് നമ്മൾ പഠിച്ചത്. ഹിന്ദിയിൽ നമ്മൾ പഠിച്ചു, വരികൾ വെച്ചിട്ട് ഓരോ പാരഗ്രാഫിലെ വരികൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇത് ഫുള്ളായിട്ടുള്ള ഒരു ചുരുക്കിയുള്ളൊരു ആശയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കവിതാക്ക ആശയിലേക്ക്, കവിതയുടെ ആശയം എഴുതുക. കവിതാക്ക ആശയം. कब तक वंदना टेटे की कविता है. इसमें ആത്മാഭിമാൻ का महत्व बताया गया है. കബ് തക്ക് അതായത് എപ്പോൾ വരെ, അല്ലെങ്കിൽ എന്താണ് എത്ര കാലം വരെ. വന്ദന ടെട്ടേക്ക് കവിത, ഇത് വന്ദന ടെട്ടെ എന്ന കവിത്രിയുടെ കവിതയാണ്. ഇസ്മേം, ഈ കവിതയിൽ, ഇതിൽ ആത്മാഭിമാൻ കാ മഹത്വ ബതായ ഗയാ ഹെ, ആത്മാഭിമാനത്തിന്റെ മഹത്വമാണ് പറയപ്പെടുന്നത്. കവി കഥാ ഹേ കി, കവി പറയുകയാണ് കി എന്തെന്നാൽ അപ്പന വ്യക്തിത്വ ജാനേ കെ ലിയെ, തന്റെ വ്യക്തിത്വം അറിയാൻ വേണ്ടി, ദൂസരേക്ക് പ്രതീക്ഷ മത്തുകാർ, മറ്റുള്ളവരെ പ്രതീക്ഷിക്കരുത്. കോയി തുമാരേ ലിയെ ലഡ്നെ നെയ് ആയേഗ, കോയി ആരും തുമാരേ ലിയെ നിങ്ങൾക്ക് വേണ്ടി ലഡ്നെ യുദ്ധം ചെയ്യാൻ നെയ് ആയേഗ വരില്ല. തും അപ്പന ഇതിഹാസ് സ്വയം രചോ, നിങ്ങൾ നിങ്ങളുടെ ഇതിഹാസം സ്വന്തമായിട്ട് നിങ്ങൾ രചിക്കൂ, സ്വയം രചിക്കൂ. അപ്പനി ഉന്നതി കെലിയെ, തന്റെ ഉന്നതിക്ക് വേണ്ടി, അവതാരവും കി പ്രതീക്ഷ ന കരോ, അവതാരങ്ങളെ പ്രതീക്ഷിക്കരുത്. ദൂസരവും ക ദുഃഖ് ദൂർക്കർ, മറ്റുള്ളവരുടെ ദുഃഖം ദൂരീകരിച്ചിട്ട്, അപ്പന ദുഃഖ്, തന്റെ ദുഃഖം, ബഡാനെ കെലിയെ, ഉയർത്താൻ വേണ്ടി, ആജ് ഇന്ന്, കോയി തയ്യാർ നഹിഹെ, ആരും തയ്യാറാവുകയില്ല. അതുകൊണ്ട് യഹ് ധ്യാൻ രഖെ, ഇത് ഓർമ്മയിലിരിക്കട്ടെ. കി എന്തെന്നാൽ ആത്മാഭിമാൻ ഹി സബ്സെ ബഡാഹെ, ആത്മാഭിമാനം തന്നെയാണ് ഏറ്റവും വലുത്. ഓക്കെ, എല്ലാവരും ഇത് ചുരുക്കി പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് 4 മാർക്കിന് ഫുള്ളായിട്ടുള്ള ആശയം ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതണം. പാരഗ്രാഫ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക എല്ലാവരും.